ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും. വേറെ ലെവൽ. 1, 2, 3 യൂട്യൂബിലിട്ട് എന്തായാലും 3 വ്യൂ ഉറപ്പാണ്. എങ്ങനെയുണ്ട് എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചു? ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഒരൊറ്റ സീനോട് ഒരു പക്ഷെ ഇനി അങ്ങോട്ട് മലയാളികളുടെ എല്ലാവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും നല്ല ബീഫും നെയ്ച്ചോറും, ബീഫും പൊറോട്ട. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഒരാഴ്ച കൊണ്ട് എനിക്ക് അത് ഇവിടെ ഇനി ബീഫിന്റെ കൺസംഷൻ. ഈ ട്രെയിലർ കൊണ്ട് എനിക്ക് ആകെ ഇവിടെ ഒരു ലാഭം ഉണ്ടാക്കാൻ പോണത് ഇവിടുത്തെ ബീഫ് കച്ചവടക്കാരാണ്. കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അപരാധം എന്നാണ് പറയേണ്ടത്, പച്ച അപരാധം. 450 കിലോ ഉള്ള ബീഫും മേടിച്ച് സ്വയം ഇവിടെ നമുക്ക് തന്നെ തിന്നാ തീരില്ല 1 കിലോ ബീഫാണ്. അപ്പോഴാണ് വേറൊരാളെ വാരി കുത്തിത്തിരിക്കാൻ വേണ്ടി. അതാണ് നമ്മൾ മലയാളി മാറി ഇപ്പൊ കറക്റ്റായി. എന്ത് പറഞ്ഞാലും അവസാനം പാവപ്പെട്ട രാഷ്ട്രീയക്കാരുടെ അഞ്ചത്തോട്ട് ഇറക്കും. എന്നാ പിന്നെ ഞങ്ങളിങ്ങോട്ട് നമ്മൾ പോട്ടെ, നമ്മൾ മറ്റന്നാൾ വരാം. ചേട്ടാ കാണാം. കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം.